ഡേ 1 ലങ്കാവിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കോലാലംപൂർ എത്തണ വരെയുള്ള വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതാണ്. നെക്സ്റ്റ് ഇനി ഇവിടുന്ന് ലങ്കാവിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ രാവിലെ ഒരു 8 മണി 8:30 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മൾ ലങ്കാവിൽ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫ്ലേവർഡ് മിൽക്കാണ് ഞാൻ കുടിച്ചത്. അവരെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് വീണ്ടും ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ ട്രാവലാണ് ലങ്കാവിലോട്ട് ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോലാലംപൂരിൽ നിന്ന് ലങ്കാവിലോട്ട് പോകുന്ന ആ ഒരു ഫ്ലൈറ്റിലായിരുന്നു ഞാൻ ഏറ്റവും നല്ല മേഘങ്ങളെ കാണാൻ പറ്റിയതെന്ന്. ഞാൻ അന്ന് പറഞ്ഞ വെളുത്ത നിറത്തിലുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾക്ക് തോന്നണില്ലേ നല്ല വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ ഇല്ലേ? അങ്ങനെ മേഘങ്ങളെ നോക്കിയിരുന്നപ്പോഴേക്കും നമുക്ക് എത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വലിയ തിരക്കൊന്നും പിടിക്കേണ്ട അവസാനമാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ബാഗൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പയ്യെ പുറത്തെത്തി. നമ്മുടെ നാട്ടിൽ ഉബർ ബുക്ക് ചെയ്യണ പോലെ ഇവിടുത്തെ ഒരു സംവിധാനമാണ് ഗ്രാബ്. അപ്പൊ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾക്ക് പോകേണ്ട ഹോട്ടലിൽ അവരെ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി ഫുഡ് അടിയാണ്. അപ്പൊ അടുത്ത് തന്നെ ആ ഹോട്ടലുണ്ട്, അവിടെ പോയി നമ്മൾ റൊട്ടിക്കനായി എന്ന് പറയുന്ന ഒരു ഡിഷ് ഓർഡർ ചെയ്തു. ഈ പൊറോട്ട പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു റൊട്ടിക്കനായി. ചിക്കൻ കറി ഉണ്ടായിരുന്നു കൂടെ. നെക്സ്റ്റ് നമ്മൾ സ്കൈ ക്യാബിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഗ്രാബ് ബുക്ക് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു കടയിൽ നിറച്ച് ബീച്ച് വെയർ ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് ഉള്ളത്. അപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് നമ്മൾ സ്കൈ ക്യാബിൽ കയറി പോണതിന്റെ കുറച്ച് വിഷ്വൽസ് ആണത്. നല്ല ഹൈറ്റ് ഉള്ള സ്കൈ ക്യാബാണ്. നമുക്ക് ശരിക്കും പേടിയാവും. അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കൈ ക്യാബ് കയറി നമ്മളിപ്പോൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ കുറേയേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയത് ഒരു സ്കൈ ഡോം എന്ന് പറഞ്ഞ ഒരു ആനിമേഷൻ പോലെ ഒരു പരിപാടിക്കാണ്. അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു തിയേറ്റർ പോലെയാണ്. ഇതിന്റെ സ്ക്രീൻ വരുന്നത് 360 ഡിഗ്രി മുകളിലാണ് ഇതിന്റെ സ്ക്രീൻ. അപ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് നോക്കിയിരുന്നാലാണ് ഈ ഒരു ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബോബോയും ഫ്രണ്ട്സും ഒക്കെ കൂടി ലങ്കാവിനെ രക്ഷിക്കണ എന്തോ ഒരു ആനിമേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമ്മൾ പോയത് 3D ആർട്സ് കാണാനാണ്. ഇതൊരു വലിയൊരു വോൾസ് മൊത്തം ഇങ്ങനെ 3D പെയിന്റിങ്സ് ഒക്കെ വരച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോട്ടോ പോയിന്റ്സ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു ക്യാരക്ടർ പോലെ നമുക്ക് തോന്നും. ഈ ഒരു സംഭവം ഞാൻ കുറേ പേരുടെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ ഒരു റൂമിലോട്ടാണ് എത്തുന്നത്. ഇവിടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെയായിരുന്നു ആ ഒരു വിഷ്വൽ ലേസർ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ വോളിൽ വരച്ചിരിക്കുന്ന ആ ഒരു പിക്ചറിന്റെ മേളിൽ കൂടെയാണ് ആ ലേസർ ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറെ കളറൊക്കെ ഒരു മാജിക് ഒക്കെ പോലെ. പിന്നെ വേറൊരു റൂമിൽ ഇതുപോലെ ഫ്ലൂറസെന്റ് പെയിന്റ് വെച്ച് വരച്ച ഓരോ പടങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഈഗിൾ നെസ്റ്റിലോട്ട് പോയി. ഇതാണ് ഈഗിൾ നെസ്റ്റ്. ഇവിടെ ഒരു പരുന്തും കുറച്ച് മുട്ടകളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം ഫുള്ള് ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അപ്പം നമുക്ക് ഇവിടെ ഷൂസ് ഇട്ട് ചവിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് കാല് കവർ ചെയ്യാനായിട്ട് അവർ ഒരു കവറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ ശേഷം റൂമിലോട്ട് പോവാനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. റൂമിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. മഴ കുറച്ച് നല്ല രീതിയിൽ തന്നെ നനയുകയും ചെയ്തു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. അപ്പോൾ അതേ ബീച്ചിൽ നല്ല അത്യാവശ്യം നല്ല മഴക്കാർ കാണുന്നുണ്ട്. ആ മഴ അപ്പം തന്നെ പെയ്യുകയും ചെയ്തു. അങ്ങനെ തന്നെ വേഗം ഓടി ഒരു മാളിൽ കയറി. മാളിൽ കയറിയപ്പോൾ അവിടെ ചിക്കൻ റൈസ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് കോർട്ട് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കയറിയിരുന്നു. ഹണി ചിക്കനും ക്രിസ്പി ചിക്കനും ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടിയതാണ് ആ 2 റൈസ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ ഒരു സൂപ്പ് പോലെ ഒരു വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ അത് കുടിച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ലങ്കാവയിലെ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ബീച്ചിൽ കുറേ സോസേജിൻ്റെ ഒക്കെ കട കണ്ടു. അവിടെ നിന്ന് ക്രാബ് സോസേജ്, ഫിഷ് സോസേജ്, ചിക്കൻ സോസേജ് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ റൂമിൽ പോയെങ്കിലും കുറേ നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോൾ വീണ്ടും ബീച്ചിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ ബീച്ചിൽ അലഞ്ഞു തിരിഞ്ഞ് മടുത്തപ്പോൾ നമ്മൾ പയ്യെ എക്സ്പ്ലോറേഷനൊക്കെ നാളത്തേക്ക് മാറ്റിവെച്ച് പോയി കിടന്നുറങ്ങി.